Hello guys, so welcome back to a new video. So ശരിക്കും ഇതിൻ്റെ ഇൻട്രോ ഞാൻ പിടിക്കുന്നത് ഒരു ഡേ ഫുൾ കഴിഞ്ഞിട്ടാണ്. കാരണം രാവിലെ ഫുൾ ബിസി ആയിരുന്നു. സോ എനിക്ക് ഓൾറെഡി ഗിഫ്റ്റായിട്ട് അമ്മ ന്യൂ ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നു. സോ ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ ഫുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുമായിരുന്നു. അതായത് കുറേ കട കയറി നോക്കി, അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും. കാരണം ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ 20th ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ക്യൂട്ട് വൈബല്ല. ബട്ട് സ്റ്റിൽ ഞാൻ കുറേ ക്യൂട്ട് ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ടുണ്ട്. ക്യൂട്ട് അല്ല, ഒരു പഠിത്തമാണ്. അതെ, ഗെയിം ഇത്രയും കളിച്ചോണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞിട്ട് അപ്പോൾ പഠിക്കും കുറച്ച് നേരമെങ്കിലും. ഇപ്പോൾ മൈ ബിഗ് ലിറ്റിൽ സിസ്റ്റർ പഠിക്കാവോ? മൈ ബിഗ് സ്കൂളിൽ ലാപ്ടോപ്പിൽ സ്പേസ് അതല്ലേ, പുതിയ ലാപ്ടോപ്പിലല്ല. വേറെ കാര്യം പറയട്ടെ, നമ്മുടെ ഈ പുതിയ ലാപ്ടോപ്പിലാണ് ഗൈസ് നമ്മൾ വീഡിയോ പിടിക്കുന്നത്. വാട്ട് എ സർപ്രൈസ്! നമുക്ക് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പോവുകയാണ്. ചേച്ചിക്ക് വിട്ടിരുന്നിരിക്കുന്നത് ഈ വ്ലോഗ്. സമയം 12 മണിയാകാൻ പോവാ. നാളെ എനിക്ക് കോളേജ് 9 മണിയാകുമ്പോൾ ചെല്ലണം. എൻ്റെ ഈ വ്ലോഗ് ഫുൾ ബേസിക്കലി മൈ 1 വീക്ക് അല്ല, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ബർത്ത്ഡേ. അപ്പോൾ 4 days ബിഫോർ മൈ ബർത്ത്ഡേ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ, ഞാൻ മാക്സിമം ഐ എം നോട്ട് ടേക്കിംഗ് ക്ലാസ്സസ്. ഐ എം വാച്ചിങ് നെറ്റ്ഫ്ലിക്സ്. You are taking no lessons. Netflix. ആ ഒരു 4 days ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡ്രസ്സ് വാങ്ങിച്ച കഴിഞ്ഞിട്ടുള്ള ഇൻട്രോ ആണ്. സോ let's see my shopping. So ആക്ച്വലി ഇതെനിക്കിത് ഇഷ്ടമായി. ഇവിടെ വീട്ടിലാർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇത്ര നാൾ ഞാൻ ട്രൈ ചെയ്തതിനേക്കാളും എനിക്ക് ഇഷ്ടമായിട്ടാണ്. ഞാനിപ്പോൾ വെസ്റ്റ് സൈഡിലാണുള്ളത്, കാക്കനാട്. ഇവിടെ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്കിതെല്ലാം ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. സോ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ്. ആക്ച്വലി എനിക്കിത് ഇഷ്ടമായി, പക്ഷെ എന്തെങ്കിലും ഓരോരോ കുറവാണ്. ഇത് ഞാൻ ഒരു ഓപ്ഷനായിട്ട് വെക്കുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഇത് ഭയങ്കര ലൂസാണ്. ജസ്റ്റ് സ്റ്റുഡിയോയിലും കൂടി കയറി അമ്മ പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡ്രസ്സ് കൂടി എടുക്കണം. അതുകൊണ്ട് സ്റ്റുഡിയോയിലും കൂടി പോയി ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അമ്മ. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ KFCയിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറിയ ഫുൾ വിശന്നിട്ട് വയ്യ അല്ലേ അമ്മ? എങ്ങനെയുണ്ടായിരുന്നു അമ്മ ഷോപ്പിങ്? മടുത്തയ്യോ, ഭയങ്കരമായിട്ട് മടുത്തു. ബട്ട് ഐ എം ഹാപ്പി ബിക്കോസ് എനിക്ക് നാളെ എക്സാം ആണ്. എക്കണോമിക്സ് 18 മാർക്ക് 20 മാർക്സ്. ഇന്നലെ ഞാൻ ഒന്നും പഠിക്കാതിരിക്കുമായിരുന്നു. ഇനിയിപ്പം നാളെ പരീക്ഷ എഴുതുക. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ അഴിക്കുക. എപ്പോഴും എന്നും ഇങ്ങനെയാണ്, സ്ഥിരം പണിയാവുണ്ട്. ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തന്നെ സംഭവം. കോളേജിൽ ഫെയർവെല്ലിൻ്റെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരറിയാതെ മുങ്ങി ബ്രോഡ്വേയിൽ വന്ന് നിൽക്കുകയാണ്. എന്തെങ്കിലും മാല കമ്മലൊക്കെ മേടിക്കാൻ. സ്ഥലം എവിടെയെന്ന് പറഞ്ഞു. പക്ഷേ തുറന്നു. എത്ര ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കും. ബുക്ക് എന്തെങ്കിലും പക്ഷെ ഞാൻ വായിച്ചില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തുക എനിക്കറിയാലോ ആൽക്കെമിസ്റ്റ്. അതിന് ബുദ്ധിയുള്ള ആളാൻ കാണിക്കാൻ വേണ്ടി ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട്.
playing my favorite tune, wrapped around your soul like the midnight moon. I'll be your compass, your guiding star. Take my hand, let's fall apart. We'll dance in circles round and round, lost in love where we can't be found. In every breath, in every sigh, trapped in this love, just you and I. Caught in the web that we both spun. I can't believe I am turning 20. So I had this plan, writing letters to strangers. But ഞാൻ ഇങ്ങനെ എഴുതാൻ ആലോചിച്ചു, ട്രെയിനിലിരുന്ന് കുറേ ആലോചിച്ചു, ക്ലാസ്സിലിരുന്ന് ആലോചിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും കിട്ടിയില്ല. ഞാനത് എഴുതി കുറച്ച് ഇത് കൊണ്ട് കൊടുക്കുന്ന കേൾക്കുമ്പോൾ എനിക്കെന്തോ ക്രിഞ്ച് ഫീൽ ചെയ്യുക. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലെല്ലാം ക്രിഞ്ചാക്കി എനിക്കിപ്പോൾ ഒന്നും ചെയ്യുമ്പോൾ എല്ലാം ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് എഴുതണമെന്നുണ്ട്, ബട്ട് എഴുതണ്ട എന്നുണ്ട്. സോ ഞാനിനി ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛയ്ക്കും അനിയത്തിക്കും ലെറ്റർ എഴുതാം. അത് നല്ല ഐഡിയ. പിന്നെ വേണമെങ്കിൽ ഒരെണ്ണം കയ്യിൽ സ്ട്രേഞ്ചറിനോടുള്ള എഴുതി വെച്ചേക്കാം. കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട. ആരെങ്കിലും എനിക്ക് കൊടുക്കാൻ തോന്നുന്ന, ഞാനിപ്പോൾ എഴുതി വെക്കുന്ന കാര്യം ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നുവാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണ്ട. ഇനി 1 hour കഴിഞ്ഞാൽ എനിക്ക് 20 വയസ്സാവും. Cause every time that I try to run from your love, it's like I fall right back into your arms. No, I can't live without you touch. No, it's like I can't escape your love. ഇടയ്ക്ക് അമ്മ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ എഴുതാൻ നോക്കിയിട്ട്. ഹാപ്പി ബർത്ത്ഡേ. നിനക്കെന്തിനായിരുന്നു അമ്മയ്ക്ക് അച്ഛക്ക് കൊടുക്കണ്ടേ? നിനക്കെന്തിനായിരുന്നു? ഞാൻ അച്ഛക്ക് എഴുതിയുള്ളൂ. എന്താ ഇരുപത് അച്ഛക്ക് എഴുതിയേ? ഹലോ അച്ഛ. ഞങ്ങളല്ലേ അങ്ങോട്ട് തരാൻ. See her reaction. Try not to laugh. ഇത് വലിയ ഇമോഷണൽ ഒന്നും അല്ല, എനിക്ക് വലിയൊന്നുമില്ല. ഞാൻ ചുമ്മാ എനിക്കിപ്പോൾ തോന്നിയൊക്കെ വേറെ എഴുതിയേക്കുന്ന കേട്ടോ. ഇനി നീ വഴക്കുണ്ടാക്കുന്നത് 20 വയസ്സായ ഒരു സ്ത്രീയുമായാണ്. എന്തും അമ്മ ഇവിടുന്ന് വായിക്കമ്മ. ഇവിടുന്ന് വായിക്കണം. വീഡിയോ പിന്നെ കാണാനമ്മ. ഹലോ അമ്മേ, എനിക്ക് 20 വയസ്സായി. പിന്നെ എന്തുണ്ട് വിശേഷം? ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തന്നു. ഇനിയും തരണേ. ഞാൻ സാധിച്ചുകൊണ്ട് ആവശ്യമില്ല. 20 വയസ്സ് വരെയാണ് കുട്ടികളുടെ ഇൻഡിപെൻഡൻ്റ്. അമ്മ മേടിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ വാങ്ങിച്ചു തരാം, അത്യാവശ്യമൊക്കെ വേണ്ട സാധനം മാത്രം. ചെറുപ്പത്തിൽ അമ്മ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചു. ചെറുപ്പത്തിൽ അമ്മ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ എന്നെ നീ എന്നെ വലിയ കുട്ടിയായി മാറി. ഇല്ലല്ലോ, ഇപ്പോഴും നീ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ 20 വയസ്സപ്പോൾ കുറച്ചൊക്കെ മാറ്റമില്ലേ? മാറ്റം ഇല്ലെന്നാ? മാറ്റം ഇല്ല, പക്ഷെ മാറ്റമുണ്ട് കുറച്ചൊക്കെ. ഇനി നീ വഴക്കുണ്ടാക്കുന്നത് 20 വയസ്സായ ഒരു സ്ത്രീയും.
സങ്കടത്തിലിരിക്കുമ്പോൾ നിനക്ക് സമാധാനിക്കാൻ അറിയില്ലേലും നീ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. കരയാൻ നല്ല പാടായില്ലേ? പാടിച്ചിട്ടുണ്ട്. സമാധാനമാണെന്ന് ഓർക്കണ്ട. നാളെ ഇത് കമത്തി വെച്ചാൽ കൂടെ കാണുന്നില്ലേ? ഗുഡ് മോർണിംഗ്. ഇവിടെ ഒഫീഷ്യലി ഞാൻ 28 ആണ്. എനിക്കിന്ന് കോളേജിൽ സ്പോർട്സ് ഡേ ആണ്. അപ്പം ഇന്ന് രാവിലെ 8 മണിക്കൊക്കെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താണ് ബ്രോഷറിൽ അയച്ചേക്കുന്നത്. കോളേജിലെ ഫ്രണ്ട്സെല്ലാം കൂടി പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ റെഡിയായിട്ട് ട്രെയിനിൽ കയറി കോളേജിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. എനിക്ക് എല്ലാം എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഓൾറെഡി ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നോക്കാം. യാ So this is my final look. ഫൈനൽ ലുക്ക്. In your eyes I see kapag shining bright. Whispering secrets in the dead of the night. I'll be your muse, your candle's flame. Let me lead you through this love so game. Your heartstrings play my favorite tune. നമുക്കുണ്ട് രണ്ടുപേരും. Wrapped around your soul like the midnight. സോ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കോളേജിൽ പിന്നെ എത്തി. കാരണം മൈ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ പറയാം. ഹായ്. ഫ്രണ്ട്സ് കേക്ക് ബുക്ക് ചെയ്ത് കോളേജിലേക്കാ. സോ കേക്ക് വാനില ആയിരിക്കും. ടോപ്പിംഗ് എന്തായിരിക്കും? കളറാ ഞാൻ അതല്ല കേക്കിന് വേണ്ടിട്ടോ. ബ്രൗൺ നോക്കാം. അല്ലെങ്കിൽ റെഡ്, ലെറ്റ്സ് സീ. മെറൂൺ, ബ്ലൂ 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 ഒന്നും ഒരു മാച്ചില്ല. ഞങ്ങൾ കളർ കോഡഡ് ആൾക്കാർ. ഡെലിവറി ഗാനെ കാണുന്നില്ല. കാറിൽ കാര്യം വരുമോ? എ സിക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച്. റിയാക്ഷൻ ഇട്. ഓറാക്കല്ലേ ബ്രോ.